സിജോയുടെ അമ്മയ്ക്ക് ബിഗ് ബോസിന്റെ വാണിംഗ്. കാരണം സിജോയ്ക്ക് പുറത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ചെറിയ ചെറിയ ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. സിജോടെന്ന് മാത്രമല്ല, അഭിഷേകിനും കിട്ടുന്നുണ്ട്. അഭിഷേകിന്റെ അനിയത്തിയും പൊളി തന്നെ, സിജോയുടെ അമ്മയും പൊളി തന്നെ. കാരണം സൂപ്പറായിട്ട് രണ്ടുപേരും പുറത്ത് നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പുറത്ത് നടക്കുന്ന ഗെയിമിനെ കുറിച്ചിട്ടല്ല, നിങ്ങൾ ഏത് ലെവലിലാണ്, നിങ്ങളിപ്പോൾ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സമാധാനം. പക്ഷെ നോറയുടെ വീട്ടുകാർക്ക് എനിക്ക് തോന്നുന്നു പറഞ്ഞു കൊടുക്കാൻ അറിയില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും അവർ പറഞ്ഞു കൊടുക്കാത്തത്. കാരണം അവർക്ക് ഗെയിമിൻ്റെ കാര്യങ്ങളും വശങ്ങളൊന്നും അറിയില്ലെന്ന് നോറ തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം. എന്നിരുന്നാലും ഒരു വാണിംഗ് കിട്ടിയാൽ എന്ത്, സിജോയ്ക്കും കാര്യം മനസ്സിലായി, അഭിഷേകിനും മനസ്സിലായി. അവർ സൂപ്പറായിട്ട് പ്ലേ ചെയ്യും. എല്ലാവർക്കും ഹിൻഡ് കിട്ടി. നോറയ്ക്ക് ഉൾപ്പെടെ ഈ പറഞ്ഞാണ് അവരൊന്നും പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ നല്ലപോലെ ഹിൻഡുകൾ കിട്ടിയിട്ടുണ്ട്. എന്താണ് ലൈവിൽ നടക്കുന്നത് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എന്തായാലും ചെയ്യണം. അങ്ങനെ ആദ്യം അഭിഷേകിൻ്റെ സഹോദരി അഭിഷേകിൻ്റെ പറയാണ്, സിജോ സായി നിങ്ങൾ മൂന്ന് പേരും കൂടെയുള്ള കോംബോ നല്ല രസമാണ്. നിങ്ങളുടെ മൂന്ന് പേരുടെ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഞാൻ ഇവിടെ നിന്ന് എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാൻ പറഞ്ഞില്ലേ, സിജോ സായി അഭിഷേക് ഇവർ മൂന്ന് പേരുടെ ഒത്ത് പിടിച്ചു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും നമുക്ക് കാണാൻ. അപ്പം അത് പറഞ്ഞു കൊടുക്കുകയാണ് അഭിഷേകിൻ്റെ സഹോദരി. സിജോയുടെ അമ്മ ഇതേ സമയം സിജോയുടെ അടുത്ത് പറയുന്നു, നിനക്ക് ഇത്രയും ദിവസം വയ്യായിരുന്നു, നീ രണ്ടാമത് വന്നിട്ട് ഒന്നും കളിച്ചില്ല. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു നിന്റെ വായൊക്കെ ശരിയായി, ഇനി നീ കളിക്കണം. ഇത്രയും നാൾ നീ വയ്യാതിരുന്നല്ലോ, ഇനി നീ കളിച്ചില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. ടോപ്പ് 5 നീ വരണം, ടോപ്പ് 1 വരണം. കപ്പ് കൊണ്ട് അമ്മയുടെ കൈ തരുമെന്ന് പറഞ്ഞ വാക്കൊക്കെ ഓർമ്മയുണ്ടല്ലോ, അതൊക്കെ കൊണ്ട് തരണം. അപ്പോൾ ഇപ്പം കുഴപ്പമുണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളിക്കണം. കളിക്കാതെ എന്തിനിങ്ങനെ ഇരിക്കണത്? അതൊക്കെ പറഞ്ഞെടുക്കുന്നു. നിന്നെ പുറത്ത് എല്ലാവരും തിരക്കുന്നുണ്ട്, എല്ലാവരും നിന്നോട് കളിക്കാൻ പറയുന്നുണ്ട്, എല്ലാവരും നിന്നെ തിരക്കി കളിക്കാൻ, നീ സൂപ്പറായിട്ട് കളിക്കണം, പഴയ പോലെ നീ കളിക്കണമെന്ന് എല്ലാവരും പറഞ്ഞു. നിനക്കെല്ലാം മാറി ശരിയായി, ഇനി നീ കളിക്കണം, മിണ്ടാതിരിക്കരുത്. മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണെന്നുള്ള കാര്യം സിജോയുടെ അമ്മ അടുത്തടുത്ത് പറയുന്നു. പുറത്ത് എങ്ങനെയുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണല്ലോ അല്ലേ എന്ന് സിജോ ചോദിക്കുന്നു. അപ്പോഴും ഓക്കെ എന്ന് പറയുന്നു. ഇതേ സമയം നോറയായിട്ട് വാഷ്റൂമിൽ ഇരിക്കുകയാണ് നോറയുടെ ഉമ്മ. നോറയുടെ ഉമ്മയും കുറച്ച് കാര്യങ്ങളാണ്, നീ നന്നായിട്ട് പെർഫോം ചെയ്യണം, ഇപ്പോൾ ഉള്ളതുപോലെ തന്നെയാണ്, എന്നാലും കുറച്ചുകൂടി നന്നായിട്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അവിടെ സൗണ്ട് കേൾക്കുന്നു. പുറത്തെ കാര്യങ്ങൾ പറയാൻ പാടുള്ളതല്ല, പുറത്തെ കാര്യങ്ങൾ ചോദിക്കാനും പാടില്ല. സത്യം പറഞ്ഞാൽ സിജോയുടെ അമ്മയെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. കാരണം സിജോയുടെ അമ്മയാണ് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ സാധനം കത്തി. സിജോയുടെ ഉള്ളിൽ ഞാൻ പറഞ്ഞില്ലേ, പൊട്ടൻഷ്യൽ ഉള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. അപ്പോൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ സിജോയ്ക്ക് മനസ്സിലാവും. സിജോ മനസ്സിലാക്കി ഇനി കളിച്ചു കഴിഞ്ഞാൽ സിജോയ്ക്ക് എത്താം ടോപ്പ് 5 മനസ്സിലാക്കി കളിച്ചാൽ. പിന്നെ ഈ പറഞ്ഞ കണക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്തിട്ടും ഒന്നും പറയാൻ പറ്റത്തില്ല. എന്തായാലും ഹെൽത്ത് ഒക്കെ ഓക്കെ ആയി. സ്കാനിങ്ങിൻ്റെ കാര്യമൊക്കെ അമ്മ ചോദിക്കുന്നുണ്ട്, ഓക്കെ ആയി എന്ന് പറയുന്നു. അടുത്ത് അഭിഷേകിൻ്റെ കേസിൽ അഭിഷേക് അവിടെ ആഹാരമൊക്കെ കഴിച്ചിട്ട് ഇരിക്കുന്ന സമയത്ത് അഭിഷേക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ക്ലാരിറ്റിയൊക്കെ ഞാൻ പിന്നീട് തരാം. കുറച്ച് കാര്യങ്ങൾ അഭിഷേക് പറയുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. അതൊക്കെ പിന്നെ ആവട്ടെ. അഭിഷേകിൻ്റെ മെയിനായിട്ട് അതിനകത്ത് അഭിഷേക് ചോദിക്കുന്ന ഒരു സംഭവമാണ്, പുറത്തെല്ലാം ഓക്കെ ആണല്ലോ അല്ലേ, കളിക്കണം, ഇനിയും ഒത്തിരി കളിക്കാനുണ്ട്, നിങ്ങളൊന്നും ആക്റ്റീവ് ആവുന്നില്ല, നല്ലപോലെ കളിക്കുന്നില്ല, കുറേ കൂടിയൊക്കെ കളിച്ച് മുന്നേറണ്ടേ, ഇങ്ങനെ ഇരുന്നാൽ പോരല്ലോ, എല്ലാവരും നല്ല പ്ലേയേഴ്സാണ്, അപ്പം നിങ്ങളും നല്ലതുപോലെ തന്നെ കളിക്കണം. നന്ദന ഇതേ സമയം പുറത്തു വരുന്നു. ഗാർഡൻ ഏരിയയിൽ സിജോയുടെ അച്ഛൻ, അമ്മ, സിജോ അവരിയ്ക്കുകയാണ്. നന്ദനയ്ക്ക് വീട് വെച്ച് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ സിജോ പറയുന്നു. സ്വന്തം അച്ഛനെ പോലെ കാണണമെന്നൊക്കെ പറയുന്നു. അതെല്ലാം കഴിയുന്നു. വീണ്ടും സിജോയുടെ അടുത്ത് അമ്മ വീണ്ടും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, മോനെ കളിക്കണം, ഇല്ലേ കപ്പ് പോവും എന്നുള്ള ലെവലിൽ നീ കപ്പ് കൊണ്ടുതരണം, നീ കളിക്കണം. അമ്മ ഇത് തന്നെ പറഞ്ഞു. അപ്പോൾ സിജോയ്ക്ക് മനസ്സിലാവുന്നു എന്തോ പ്രശ്നം ഉണ്ടല്ലോ, ഞാൻ ഡൗണിലേക്ക് പോവുകയാണോ എന്ന് സിജോയ്ക്ക് മനസ്സിലാവും. സിജോ ഇരുന്ന് ചിന്തിക്കുകയാണ്. അവരുടെ മുമ്പിൽ പോലും സിജോ ഗെയിം പറഞ്ഞു കൊടുക്കണം. ഞാൻ ഇതുവരെ ഇങ്ങനെ പോയി, ഞാൻ ഇവരുടെ അടുത്തൊക്കെ പ്രശ്നം ഉണ്ടാക്കാൻ പോകുമ്പോഴത്തേക്കും ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാൻ ഇന്നലെ നിങ്ങളുടെ റിവ്യൂവിന് ഞാൻ പറഞ്ഞു, സിജോ പ്രശ്നം ഉണ്ടാക്കാൻ പോകുമ്പോൾ അവർ മിണ്ടാതിരിക്കും, ഇവനൊരു കണ്ടന്റ് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് മിണ്ടാതിരിക്കും. അത് തന്നെ ഇന്ന് സിജോ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മയെ ഞാൻ ഇവിടെ എന്തായാലും ചോദിക്കാനോ പറയാനോ പോകുമ്പോഴത്തേക്കും ഇവന് കണ്ടന്റ് കൊടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ എന്തോ ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും മോനെ നീ കളിക്കണം. അമ്മ പോളി, അഭിഷേകിന് അനിയത്തി പോളി, നോറയുടെ ഉമ്മയും പാപ്പയും പറ്റുന്ന പോലെയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ 3 പേരുടെ വീട്ടുകാരും പൊളിച്ചെടുക്കുകയാണ്. ലൈവിൽ ഇപ്പോൾ അവരുടെ ഒരു ഫൺ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ബോണസ് പോയിന്റിന്റെ ടാസ്കുകളൊന്നും ഇല്ല, ഒരു ടാസ്കും ഇല്ല. ബോണസ് പോയിന്റ് ടാസ്ക് ഒന്നുമില്ല. ചിലപ്പോൾ സ്പോൺസേഡ് വല്ലതും വരുന്നെങ്കിലേ ഉള്ളൂ. അതിനുശേഷം നമ്മുടെ സിജോയുടെ അച്ഛൻ്റെ മിമിക്രിയും കാര്യങ്ങളും അവരുടെ സംസാരങ്ങളും ഒക്കെയാണ് നടക്കുന്നത്. അതിൻ്റെ അപ്ഡേറ്റുകൾ വിശേഷങ്ങളുമായിട്ട് ഞാൻ വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.